രണ്ടാർക്കും വേറെ ഏതെങ്കിലും ബേസിൽ കൊടുക്കണം. നമുക്ക് പറയാൻ പറ്റില്ല, നമുക്ക് ഇത്രേ പറയാൻ പറ്റും. സ്ത്രീകൾക്ക് പ്രൊഫഷണൽ നല്ല ഇതിൽ ചെയ്യാൻ പറ്റുന്നത് അത് നല്ലതാണ്. നല്ല തന്നെ. പ്രൈവറ്റ് വിദ്യാർത്ഥികൾക്കും സൗജന്യം എത്രയാക്കണം? തീരുമാനങ്ങൾ നല്ലത് തന്നെ. പക്ഷെ അത് എന്താ പറയുക, കുറച്ചുകൂടി പിന്നെ പ്രായമുള്ളവർക്ക് വേണമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. 65 വയസ്സ് കഴിഞ്ഞ മുഴുവൻ സ്ത്രീകളെയും വെറുതെ കൊണ്ടുപോകുന്നവർ 72-73 വയസ്സിൽ ഞങ്ങളെപ്പോലുള്ള മനുഷ്യരെവിടെ പോകും? സേഫ് ഗാർഡ് എൻ്റർടൈൻമെൻറ്റ്സ് ഇപ്പോൾ കണ്ണൂർ പുതിയ ബസ് സ്റ്റാൻഡിലാണ്. UDF സർക്കാരിൻ്റെ തെരഞ്ഞെടുപ്പ് വാഗ്ദാനങ്ങളിൽ ഒന്നായിരുന്നു സ്ത്രീകൾക്ക് KSRTC ബസ്സുകളിലുള്ള സൗജന്യ യാത്ര. അതിൻ്റെ പോസിറ്റീവ് നെഗറ്റീവ് ഇമ്പാക്റ്റുകൾ അല്ലെങ്കിൽ അഭിപ്രായങ്ങൾ അന്വേഷിക്കുകയാണ് നമ്മളിപ്പോൾ. KSRTC ബസ്സുകളിൽ സ്ത്രീകൾക്ക് സൗജന്യ യാത്ര നടപ്പാക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അത് വേണമെന്നാണ് വേണ്ടെന്നാണ് ഉദ്ദേശം? വേണം. അപ്പോൾ ഈ KSRTC കൂട്ടി പോകുന്നല്ലോ പേടിയുണ്ടോ? KSRTC നിന്നോളൂ. പ്രൈവറ്റ് വിദ്യാർത്ഥികൾക്കും സൗജന്യം എത്രയാക്കണം? സ്ത്രീകൾക്കും വിദ്യാർത്ഥികൾക്കും. അല്ല, യാത്രക്കാർ കൂടുതൽ സ്ത്രീകളാണെന്നാണ് ഒരു സർവേ പറയുന്നത്. അപ്പോൾ അത് ആളില്ലാതാവില്ല പ്രൈവറ്റ് ബസ്സിന് ആളുണ്ടാവില്ല. KSRTC ബസ്സിൽ സ്ത്രീകളുടെ സൗജന്യ യാത്ര വരാൻ പോകണമെന്ന് കേൾക്കുന്നു. എന്താണ് അഭിപ്രായം? നല്ല തന്നെ. സ്ത്രീകളെല്ലാവരും സൗജന്യമായിട്ട് യാത്ര ചെയ്യട്ടെ എന്നാണോ? പക്ഷേ ഇക്വാളിറ്റിയുടെ എതിരാണിത് അല്ലേ? അപ്പോൾ അതിനോട് വേണം എന്നാണോ വേണ്ടെന്നാണോ അഭിപ്രായം? അപ്പോൾ ഏതിന് മുൻതൂക്കം കൊടുക്കും? സൗജന്യത്തിന് മുൻതൂക്കം കൊടുക്കുമോ അതോ ഈ ഇക്വാളിറ്റിക്ക് മുൻതൂക്കം കൊടുക്കുമോ? ഇക്വാളിറ്റിക്ക് മുൻകൂട്ടം കൊടുക്കാം അല്ലേ? KSRTC ബസ്സുകളിൽ സ്ത്രീകൾക്ക് സൗജന്യ യാത്ര എന്താണ് അഭിപ്രായം? നല്ല അഭിപ്രായമാണ്. സ്ത്രീകൾ സൗജന്യമായിട്ട് യാത്ര ചെയ്യട്ടെ. ജോലി ചെയ്യാനും പോകാനും എല്ലാം നല്ല സൗകര്യമാണ്. പിന്നെ പൊതുവേ ഇപ്പോൾ സ്ത്രീകൾക്ക് നല്ലൊരു പ്രോഡക്റ്റ് ആണല്ലോ ഇപ്പോൾ എല്ലാം ചെയ്യുന്നുകൊണ്ടിരിക്കുന്നത്. കർണാടകയിലും എല്ലാവരും സ്ത്രീകൾക്കാണല്ലോ ഇത് സ്ത്രീകൾക്ക് പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. അത് നല്ല അഭിപ്രായം. അപ്പോൾ കേരളത്തിലും സ്ത്രീകൾ സൗജന്യമായി യാത്ര ചെയ്യട്ടെ. KSRTC അപ്പോൾ അപ്പോൾ നല്ലതാണ്. അല്ല, ഞാൻ ചോദിക്കുന്നത് ഈ സമീപകാലത്താണ് KSRTC കൃത്യമായി ശമ്പളം കൊടുക്കാൻ പറ്റുന്നത്. ഒരു 2-3 വർഷമേ ആവുന്നുള്ളൂ. അത് പിന്നെ നമുക്ക് പറയാൻ പറ്റില്ല, നമുക്ക് ഇത്രേ പറയാൻ പറ്റും. സ്ത്രീകൾക്ക് പ്രൊഫഷണൽ നല്ല ഇതിൽ ചെയ്യാൻ പറ്റുന്നത് അത് നല്ലതാണ്. പ്രൈവറ്റ് ബസ്സുകൾ അതിപ്പോൾ നമുക്ക് പറയാൻ പറ്റില്ലല്ലോ. പ്രൈവറ്റ് ബസ്സിൽ എങ്ങനെയാണ്? പ്രൈവറ്റ് ബസ്സുകളിൽ അത്ര യാത്രക്കാർ കുറയും. അത് അവർക്കും ബുദ്ധിമുട്ടാണ്. അതാണ് ഇതുകൊണ്ട്. പക്ഷേ താങ്കളുടെ അഭിപ്രായത്തിൽ സ്ത്രീകൾക്ക് കൊടുക്കട്ടെ എന്ന് തന്നെയാണ് അല്ലേ? ഓക്കെ. KSRTC ബസ്സുകളിൽ സ്ത്രീകൾക്കുള്ള സൗജന്യ യാത്ര പ്രഖ്യാപിച്ചിരിക്കുന്നു. ഡേറ്റ് പറഞ്ഞില്ലെന്നേ ഉള്ളൂ. എന്താണ് അതിനെപ്പറ്റി അഭിപ്രായം? നമ്മുടെ അഭിപ്രായം നല്ലത് തന്നെയാണ്. തീരുമാനങ്ങൾ നല്ലത് തന്നെ. പക്ഷെ അത് എന്താ പറയുക, കുറച്ചുകൂടി പിന്നെ പ്രായമുള്ളവർക്ക് വേണമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. പൊതുവിൽ കൊടുക്കണ്ട. പൊതുവായിട്ട് കൊടുക്കണ്ടെന്നാണ് എൻ്റെ അഭിപ്രായം. എല്ലാ സ്ത്രീകൾക്കും വേണ്ട. എല്ലാ സ്ത്രീകൾക്കും വേണ്ട. പിന്നെ പ്രായമുള്ളവരുണ്ടാവും, അസുഖമുള്ളവരുണ്ടാവും, അങ്ങനെയുള്ളവർക്ക് കൊടുക്കുക. പൊതുവായിട്ട് എല്ലാവരും എന്ന് പറയുമ്പോൾ എല്ലാവരും നല്ല തൊഴിലുള്ളവരാണ്. പിന്നെ സാമ്പത്തികം ഉള്ളവരുണ്ട്, ഇല്ലാത്തവരുണ്ട്. കുറച്ച് സാമ്പത്തികം ഇല്ലാത്തവരെ നോക്കിയിട്ട് അങ്ങനെ കൊടുക്കുക. ഒന്നുകിൽ സാമ്പത്തിക അടിസ്ഥാനം ചെയ്യുക, അല്ലെങ്കിൽ ഇപ്പോൾ വിദ്യാർത്ഥിനികൾ അല്ലേ, അല്ലെങ്കിൽ 60 വയസ്സിന് മുകളിലുള്ള. ശരിക്കും പറഞ്ഞാൽ വിദ്യാർത്ഥികൾക്ക് ഇത് ആവശ്യമാണ്. കാരണം അവരെല്ലാ ദിവസവും തന്നെ യാത്ര ചെയ്യുന്നവരല്ലേ. അതുകൊണ്ട് എന്തായാലും അവർക്കത് ആവശ്യം തന്നെയുള്ള കാര്യം. പക്ഷേ ഈ എല്ലാവർക്കും എന്നുള്ളതായി മാറണം. അത് മാറ്റണം എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. കാരണം തീരെ ഇല്ലാത്ത ആൾക്കാരുണ്ട്. അപ്പം അവരെ നോക്കിയിട്ട് നമുക്ക് കൊടുക്കാൻ പറ്റുമെങ്കിൽ അതല്ലേ കുറച്ചും കൂടി നല്ലത്. സൗജന്യം പ്രയോജനകരമാവും. അതെ, അങ്ങനെയാണ് എൻ്റെ അഭിപ്രായം. നമ്മൾ KSRTC ബസ്സുകളിൽ സ്ത്രീകൾക്ക് സൗജന്യ യാത്ര എന്നാണ് ഓഫർ. അതെങ്ങനെയുണ്ടായിരിക്കും? പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ? സ്ത്രീകൾക്ക് മാത്രം സൗജന്യ യാത്ര കൊടുക്കുന്ന മോശമാണ്. അതിനകത്ത് ഡിസ്ക്രിമിനേഷൻ ഉണ്ടെന്നാണ് പറയുന്നത്. ഒരു വിവേചനമുണ്ട് അല്ലേ? സ്ത്രീകൾക്ക് വേണ്ട. അങ്ങനെയല്ല, രണ്ടാർക്കും വേറെ ഏതെങ്കിലും ബേസിൽ കൊടുക്കണം അല്ലേ? മൊത്തം സൗജന്യം എന്തായാലും നടക്കില്ലല്ലോ. അവന് വേറെ ക്രൈറ്റീരിയ ഉണ്ടാക്കി അല്ലേ അർഹതപ്പെട്ടവർക്ക്. അങ്ങനെയല്ല, സ്ത്രീകൾക്ക് മാത്രമല്ല പുരുഷന്മാർക്കും ഈക്വലായിട്ട്. UDF സർക്കാരിൻ്റെ തെരഞ്ഞെടുപ്പ് വാഗ്ദാനങ്ങളിൽ ഒന്നായിരുന്നു KSRTC ബസ്സുകളിൽ സ്ത്രീകൾക്കുള്ള സൗജന്യ യാത്ര. അത് നടപ്പാക്കും. ഓരോ ഡേറ്റ് മാറിയെങ്കിലും അത് നടപ്പാക്കുമെന്നാണ് പറയുന്നത്. എന്താണ് ഒരു പ്രൈവറ്റ് ബസ് അസോസിയേഷൻ ഭാരവാഹി എന്നതിൽ താങ്കളുടെ ഗൈഡ് എന്ന നിലയിൽ? അത് പിന്നെ അവരുടെ തീരുമാനം നടപ്പാക്കുമോ ഇല്ലയോ ഇല്ലാതല്ല പ്രശ്നം. ഇവർ പറയുന്നത് വന്നപ്പോഴത്തന്നെ ശൂന്യതയിലാണ് ഞങ്ങൾ വന്ന് ഫണ്ടില്ലെന്ന് പറയുന്നത്. അതെ, ഫണ്ടില്ലെന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്?
കടം പറ്റിയില്ലേ? അത് തന്നെ. വേൾഡ് ബാങ്ക് അടക്കം കടം പറ്റിയിട്ടാണ് ഇവിടെ വർക്ക് ചെയ്യുന്നത്. ഇവർ ഭരിക്കുന്ന മറ്റ് സംസ്ഥാനങ്ങളിൽ എത്രയോ കോടി കടമുണ്ട്. അതാരും ഇവരുടെ ഇവർ കൊടുക്കാത്ത 18 മാസത്തെ പെൻഷൻ അടക്കം കൊടുത്ത് തീർത്ത് 2 മാസത്തെ പെൻഷൻ ഒരുമിച്ച് കൊടുത്ത് 2 മാസത്തെ റേഷൻ ഒരുമിച്ച് കൊടുത്തു LDF സർക്കാർ. ഇവർ വന്നപ്പോൾ പറയുക ഞങ്ങൾ സ്ത്രീകൾ മുഴുവൻ 65 വയസ്സ് കഴിഞ്ഞ മുഴുവൻ സ്ത്രീകളെയും വെറുതെ കൊണ്ടുപോകുന്നു പറഞ്ഞു. 72-73 വയസ്സിൽ ഞങ്ങളെപ്പോലുള്ള മനുഷ്യരെവിടെ പോകും? കണ്ണില്ലാത്തവരെവിടെ പോകും? നാക്കില്ലാത്തവരോട് പോകും? കാലും കയ്യില്ലാത്തവർ ഇവിടെ പോകും? ഈ 65 എന്നുള്ളതൊക്കെ മാറ്റി വ്യത്യസ്തമായ അഭിപ്രായങ്ങളാണ്. പക്ഷേ ശരിയായ അഭിപ്രായം സ്ത്രീകൾക്ക് സൗജന്യ യാത്ര എന്നാണ്. അല്ല, അതെ, ആ സ്ത്രീകൾക്ക് സൗജന്യ യാത്ര എന്ന് വെച്ചാൽ സ്ത്രീയും പുരുഷനും വാഹനത്തിൽ സഞ്ചരിക്കുന്നവരാണ് അല്ലേ? അതെ. ഞങ്ങളൊക്കെ എവിടെ പോകും? അവർക്ക് കൊടുക്കണ്ട എന്നൊന്നും ഞങ്ങൾ പറയുന്നില്ല. ഈ ഫണ്ടില്ലാതെ നിങ്ങൾ എന്ത് ചെയ്യും? മൊത്തം KSRTC കടത്തിലാണെന്ന് പറയുന്നത്. പിന്നെ ബോട്ട് സർവീസ് കടത്തിലാണെന്ന് പറയുന്നത്. മറ്റ് മേഖലകളാകെ തകർത്തിട്ട് പോകുന്നവരാന്ന് പറയുന്നത്. KSRTC ബസ്സുകളിൽ സ്ത്രീകൾക്കുള്ള സൗജന്യ യാത്രയെക്കുറിച്ച് ഇങ്ങനെ സമ്മിശ്ര അഭിപ്രായമാണ് വന്നുകൊണ്ടിരിക്കുന്നത്. എങ്കിലും ഭൂരിഭാഗം പേരും ഇത് ഒരു ഇക്വാലിറ്റിയുടെ ലംഘനമായി തന്നെ കാണുന്നു. അതൊരു പോസിറ്റീവ് വശമാണ്. അതേസമയം സ്ത്രീകൾക്ക് സൗജന്യം ഉണ്ടാവേണ്ടതിൻ്റെ ആവശ്യവും ഉണ്ട്. അത് പക്ഷേ KSRTCയെ തകർത്തുകൊണ്ടാവരുത്, പൊതുഗതാഗതത്തെ തകർത്തുകൊണ്ടാവരുത്. താങ്ക് യു.